ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഐബിസ് പെയിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പിക്ചറിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജസിൻ്റെ ഒക്കെ ഡാമേജ് അല്ലെങ്കിൽ ക്ലിയർ ഇല്ലാത്ത പിക്കൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റെമിനി ആപ്പാണത്. അതിൽ ഫ്രീ ആയിട്ടുണ്ട്, അതേപോലെ പ്രീമിയം അടച്ചിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് എടുക്കാം. ഐബിസ് പെയിൻ ഓപ്പൺ ചെയ്തു, ദെൻ ഗാലറി ക്ലിക്ക് ചെയ്യണം. താഴെയുള്ള റിബണിൽ പ്ലസ് ഐക്കൺ അമർത്തിയിട്ട് ഫോർ പ്രിൻറ്റിങ്ങിൽ A4 300 DPI യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, A4 ക്ലിക്ക് ചെയ്യാം. ദെൻ വരുന്ന ക്യാൻവാസ് സൈസിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ വരയ്ക്കുന്നത് ലാർജ് ക്യാൻവാസ് ആകുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഓക്കെ അടിക്കണം. ഇനി നമുക്ക് ഇൻ കേസ് ക്യാൻവാസ് സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്രഷിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ക്യാൻവാസ് ചേഞ്ച് അടിച്ചിട്ട് വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാനാണ്. ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ലെയർ എന്ന് പറയുന്നത് ഈ 1 എന്ന് പറയുന്നതാണ് ലെയർ എന്ന് പറയുന്നത്. ലെയർ ക്ലിക്ക് ചെയ്തു, ക്യാമറ ഓപ്പൺ ചെയ്യാണ് ഇമ്പോർട്ട് ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഇമേജാണ്. ഇത് കണ്ടോ, ചെറിയ ഇമേജാണ്, ക്വാളിറ്റിയും കുറവാണ്. കാരണം സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ ലെയേഴ്സും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ. അതേപോലെ ഓരോ സ്കിൻ ടോണൊക്കെ കണ്ടുപിടിക്കാനും ഐയുടെ ഇവിടെയൊക്കെ ക്ലിയർ കുറവാണ്. സോ ഞാൻ ഇത് റെമിനി ആപ്പിലിട്ടിട്ട് ഒരു ഇമേജും കൂടെ ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്റ്റാണിത്. ഓക്കെ, ഞാൻ ഒറിജിനൽ ഇമേജ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. കണ്ടോ, ക്ലിയർ മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ മിസ്സിങ് ആയിട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിവിടെ ഫേസിൽ കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ പിമ്പിൾസൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പൊട്ടും പോയിട്ടുണ്ടാവും. അത് നമുക്ക് ആഡ് ചെയ്യണം. ദെൻ ഞാൻ ക്ലിക്ക് ചെയ്തു. പ്രീവിയസ് ഇമേജ് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഒറിജിനൽ പിക്ക് ഞാൻ നമ്മുടെ ഇമേജിനനുസരിച്ച് ക്യാൻവാസിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ഇത്രയാണ് ഞാൻ ഇന്ന് വരയ്ക്കുന്നത്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി വരയ്ക്കാൻ പോകുന്നത്, ഇവിടെ ഓൾറെഡി ഒരു ലെയർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും. അത് ഇമേജിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ലെയറിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഇമേജിൻ്റെ ഒരു കപ്പാസിറ്റി കുറയ്ക്കുകയാണ്. നമുക്ക് ലെയർ വരയ്ക്കാവുന്ന വിധത്തിൽ മാത്രം കപ്പാസിറ്റി ആക്കി വയ്ക്കുക. ദെൻ പുതിയ ലെയറിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇമേജ് ഒന്ന് സൂം ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡിപ്പെൻ സോഫ്റ്റുമാണ്. ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഡിപ്പെൻ ഹാർഡിലാണ്. അത് ഞാൻ 1.8 മാറ്റി. ദെൻ വരയ്ക്കാൻ തുടങ്ങാം. കണ്ടോ, കർവ് അങ്ങനെ ശരിക്കും വരുന്നില്ല. അപ്പോൾ സ്റ്റെബിലൈസർ 100 ആക്കിയിട്ട് ഫോഴ്സ് ഫെയ്ഡ് ഞാൻ ഓണാക്കി വെച്ചു. ഓക്കെ, ഇനി ഒന്ന് ബാക്ക് അടിച്ച് നോക്കുകയാണ്, എന്നിട്ട് വരച്ച് നോക്കാം. ഓക്കെ, കണ്ടോ, കർവൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഫെയ്ഡായി വന്നിട്ടുണ്ട്. ഇതേപോലെ താഴെയും വരയ്ക്കാം. എനിക്ക് കൈ കൊണ്ട് വരയ്ക്കുമ്പോഴാണ് സ്മൂത്തായി ഔട്ടർ ലൈനൊക്കെ വരയ്ക്കാൻ പറ്റുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പെന്ന് സ്റ്റൈലസ് പെന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ രണ്ടാമത്തെ കണ്ണം വരയ്ക്കാം.
അപ്പോൾ ഏകദേശം ഔട്ട്ലൈൻ വരച്ചത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫേസ് വരുന്ന സ്കിൻ ടോൺസിൻ്റെ ഒക്കെ ഇന്നറായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. അത് വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ബ്രഷിൻ്റെ ക്യാരക്ടറും മാറ്റും, ദെൻ സൈസും മാറ്റും. ഓക്കെ, ഞാൻ അടുത്തതായി വരയ്ക്കുന്നത് ഡിപ്പ് ആൻഡ് സോഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇമേജ് ഒന്ന് ഹൈഡ് ആക്കിക്കാം. ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെയായിട്ട് വരും. ദെൻ ഈ ലെയറും ഹൈഡ് ആക്കിയിരിക്കുകയാണ്. പുതിയതായിട്ടൊരു ലെയർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് പ്ലസ് ഐക്കൺ അമർത്തിയിട്ട് ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒറിജിനൽ ഇമേജ് കപ്പാസിറ്റി കൂട്ടി വെച്ചു. ദെൻ ഡാർക്കൻ പോർഷൻസൊക്കെ ഒന്ന് വരയ്ക്കാം. ഇത് ഫസ്റ്റ് ലെയറാണ്. സോറി, എപ്പോഴും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്നെ പോലെ പറ്റരുത്. അതായത് 4th ലൈനിൽ ക്ലിക്ക് ചെയ്യേണ്ട അവിടെ ഞാൻ ഒറിജിനൽ പിക്കിലാണ് വരച്ചത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ ഒറിജിനൽ പിക്ക് വെച്ചിട്ടൊന്നുകൂടെ റെഫറൻസ് നോക്കുന്നുണ്ട്, കളേഴ്സൊക്കെ ശരിയാണെന്ന് നോക്കാം. ഞാൻ ആഡ് ആക്കുന്നുണ്ട്. ചില പോർഷൻസ് കുറച്ചുകൂടെ വരയ്ക്കാനുണ്ടായിരുന്നു. ഇവിടെയാണ് കുറച്ച് ഡാർക്ക് കളർക്ക് വരുന്നത്. ഓക്കെ, ഇതിന് ഞാൻ ഡാർക്ക് 1 കൊടുക്കാം. ദെൻ വീണ്ടും വരുന്ന ഭാഗങ്ങളൊക്കെ ലൈറ്റ് കളറാണ്. ഒരു ലെയറും കൂടെ ക്ലിക്ക് ചെയ്യണം. ഇമേജ് നോക്കി വെച്ചു. ദെൻ ഈ പോർഷൻ കുറച്ച് പോർഷൻസ് ഇതാണ് കേട്ടോ. ഇതിന് ഞാൻ ഡേറ്റ് കൊടുക്കാം. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നറായിട്ട് വരുന്നത്. ഓക്കെ, പെയിൻറ്റിങ് കൊടുക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ബൈ.